രാവിലെ തൊട്ട് ഇൻകം ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലാൻഡ് ടാക്സ്, റോഡ് ടാക്സ്, പെട്രോളിന് പ്രത്യേക തരം വാറ്റ്, ഇതൊന്നും പോരാതെ GST, ഇതെല്ലാം അടച്ചിട്ട് ഗവൺമെന്റ് ഈ കാശ് കൊണ്ട് റോഡും പാലവും എല്ലാം ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ അതൊരു പാലത്തെ കൂടെ ഗവൺമെന്റ് റോഡ് ടാക്സും കൊടുത്തിട്ട് നമുക്കൊരു ബോർഡ് കാണാം, ഈ റോഡ് പണിയാൻ ഫണ്ട് അനുവദിച്ച നേതാവിന് അഭിനന്ദനങ്ങൾ. ഇതെന്താ സംഭവം അറിയോ? ഞാനിപ്പോൾ ഒരു കമ്പനി നമ്മൾ വർക്ക് ചെയ്യുന്നു, മാസാവസാനം നമുക്ക് ആ കമ്പനിയിൽ സാലറി അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നു. നമ്മൾ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ATM പോയിട്ട് സാലറി ഡ്രോ ചെയ്തിട്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള പലചരക്ക് കടയിൽ പോയിട്ട് ഒരു മാസത്തേക്കുള്ള പലചരക്ക് സാധനം വാങ്ങിച്ച് ഇതേ ATM മുമ്പിൽ കൂടെ വരാൻ നേരം ഈ ATM മുമ്പിൽ ഒരു ഫ്ലെക്സ്, നെൽസൺ തോമസിന് ഒരു മാസത്തേക്കുള്ള പലചരക്ക് സാധനം വാങ്ങുവാൻ ഫണ്ട് അനുവദിച്ച ATM അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇത്. അതുകൊണ്ട് കാലത്തെ യൂട്യൂബ് വീഡിയോയിൽ ഹോം ടൂർ വീഡിയോ കണ്ട് മോഷണം പ്ലാൻ ചെയ്യുന്ന ചില കള്ളന്മാരെ പോലെയാണ് രാഷ്ട്രീയക്കാരെ അഴിമതി പോലും പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, എൻ്റെ കൂടെ പണ്ട് കോളേജ് പഠിച്ച, അവനാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പഞ്ചായത്തിലെ ഒരു യുവ പ്രതിപക്ഷ നേതാവാണ്. പണ്ട് കോളേജ് പഠിക്കുമ്പോഴേ അത്തപ്പ് കൂടാൻ തിരിച്ചെടുത്ത കാശ് എടുത്തിട്ട് ആന്റിക്വിറ്റി വാങ്ങിച്ചടിച്ചിട്ട് പ്രിൻസിപ്പലിന്റെ മുറിയുടെ മുമ്പിൽ പോയി ഉടുമുണ്ടടിച്ച് പുലികൾ നടത്തിയവനാ. അവസാനം NCC ജോഡി സാർ വന്ന് തോക്കിന്റെ പാത്തി കഴിച്ചിട്ടാണ് അക്കൊല്ലത്തെ ഓണാഘോഷം പോലും അവസാനിപ്പിച്ചത്. പ്രിയങ്ക ചോപ്രയുടെ മാമന്റെ മകനായതുകൊണ്ടാണ് ജോർജ് സാറിനെ PC ജോർജ് എന്ന് വിളിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന അവനാണ് ഞങ്ങളുടെ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരും പൊതുമരാമത്തിന്റെ കോൺട്രാക്ടറും ഒക്കെ. അതുകൊണ്ട് തന്നെ അവന്റെ ഇപ്പം പുതിയൊരു പ്രോജക്ട്, അവന്റെ റോഡിലെ ടാറിംഗ് ഒക്കെ മറ്റേ ഈ അച്ചാർ ടച്ചിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് തൊട്ട് നോക്കിയാണ് നാട്ടുകാർ പറയുന്നത്. അവന്റെ പുതിയ പ്രോജക്ട് മറ്റേ 35 ലക്ഷത്തിന്റെ ബെസ്റ്റ് സ്റ്റോപ്പാ. എന്താവോ എന്തോ എന്റെ മുന്നേ ഉണ്ടാനെ. സ്വന്തം വാർഡിന്റെ മെമ്പറാണ് ഞങ്ങളുടെ അപ്പാപ്പി. അപ്പൊ അപ്പാപ്പി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ AI സിസ്റ്റവും ടെക്നോളജി ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ എതിർ സ്ഥാനാർത്ഥിയുടെ തല പോസ്റ്ററെ വെട്ടിമാറ്റി രാഷ്ട്രീയം കളിച്ചൊരു മഹാനാണ്. പുള്ളി ജന്മം പോയി കഴിഞ്ഞാൽ നാട്ടിൽ നല്ലൊരു റോഡോ റെയിലോ ഒന്നും വരാൻ പുള്ളി സമ്മതിക്കില്ല. കാരണം നാട്ടിന്റെ സ്വാഭാവികത, രമണീയത, കുലീനത ഒക്കെ പോകുന്ന പറയുന്നത്. പക്ഷെ മക്കളെ രണ്ടുപേരെയും +2 പാസ്സായപ്പോൾ തന്നെ യൂറോപ്യൻ വിസ വാങ്ങിച്ചു കൊടുത്ത് അങ്ങ് UK പറഞ്ഞു. നാട്ടിൽ ഇതേ റോഡും റെയിലും ഇല്ലാത്ത കാരണം നാട്ടിലെ ജോലി സാധ്യത കുറവാണ് എന്ന വേറൊരു അഭിപ്രായവും അപ്പാപ്പിക്കുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിലെ ഒരു 1.5 കിലോമീറ്റർ പഞ്ചായത്ത് റോഡുണ്ട്. ഈ വാട്ടർ അതോറിറ്റി ഇത് പൈപ്പിടാൻ വേണ്ടി കുത്തിപ്പൊളിച്ചിട്ട് ഈ കുഴിച്ചെടുത്ത മണ്ണ് പോലും ആ കുഴിക്കകത്തോട്ടിടാതെ ഒരു പോക്ക് പോയിട്ട് കൊല്ലം 2ആയി. അപ്പൊ ജന്മം പോയിട്ട് അറിയത്തില്ല. ആ വഴി ഈ കുഞ്ഞുങ്ങളെ ഉപ്പുമാവ് പൂവമ്പളം കുട്ടി തിന്നിട്ട് കുഴച്ചു മറിച്ച് പാതിയിലിട്ടേ പോലെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ടാർ ചെയ്യാത്തതോ പോട്ടെ, അത് ഈ ആ കൂർത്ത് നിൽക്കുന്ന പാറക്കല്ലിന്റെ മൂർച്ചയിലൊന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ഓട്ടക്കാരൻ ചേട്ടന്മാർക്ക് 3 വില സർക്കസ് കാണിക്കാതെ വഴിയേ പോകായിരുന്നു. അതും ചെയ്തില്ല. അപ്പൊ അവിടെ പുതിയ പരിപാടി മകൻ UK ഒരു iPhone കൊണ്ടേ കൊടുത്തു. അതിപ്പോ സോഷ്യൽ മീഡിയ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന പരിപാടിയാണ് അപ്പാപ്പിക്ക്. അവിടെ ഭയങ്കര കോമഡി കേട്ടോ. അതായത് ആ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ഈയിടെ മരിച്ചു. അപ്പാപ്പിക്ക് വ്യസനം സഹിക്കാൻ മേലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. സ്റ്റോറിയൊക്കെ അടിപൊളിയായിട്ട് ഇട്ടു. പക്ഷേ ഈ സ്റ്റോറി സെലക്ട് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടത് മാറിപ്പോയി. മറ്റേ ജയിലറിലെ ഓ കാവാലയ്യ യാ 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 ഈ പാട്ടും വെച്ച് മരിച്ചുപോയ പ്രസിഡന്റിന്റെ ആദരാഞ്ജലി ഫോട്ടോ പഞ്ചായത്ത് മുഴുവൻ കിടന്ന് കറങ്ങി. ആദ്യം 250 പേരെ കണ്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ പോയി ഡിലീറ്റ് ചെയ്തു. അവിടെ കൊണ്ട് തീർന്നിരുന്നേ. മറ്റേ അകിട് വീക്കത്തിന്റെ ചികിത്സയെ പറ്റി വാട്സപ്പിൽ വന്ന ഒരു പോസ്റ്റ് എടുത്ത് അയൽക്കൂട്ടം ചേച്ചിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തു. ആ പ്രശ്നം അവിടെ തീർന്നെന്നാണ് വിചാരിച്ചത്. പക്ഷെ തീർന്നില്ല. അയൽക്കൂട്ടം അങ്ങാടി യൂണിറ്റിന്റെ പ്രസിഡന്റ് അന്നമ്മ ചെറിയുടെ കയ്യെ കിടക്കുന്ന മോതിരത്തിലെ കുരിശിന്റെ പാടെ അപ്പാപ്പിയുടെ മുഖത്തുനിന്ന് വായിച്ചു കളയാൻ ഞാൻ 2 ഗോൾഡൻ ഫേഷ്യൽ ചെയ്തത്. 2 എണ്ണം അവിടെ കൊണ്ടും തീർന്നില്ല. അതായത് പാലം പണിയാൻ വേണ്ടി പൊതുമരാമത്ത് മന്ത്രിയെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് ഫണ്ടും വാങ്ങിച്ച ആളങ്ങ് പട്ടായി പോയി. പക്ഷേ ഈ ടെക്നോളജിയിൽ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഞങ്ങളുടെ പഞ്ചായത്ത് അക്കൊല്ലത്തെ 3ാമത്തെ ഗ്രാമസഭ കൂടിയാണ് ഫേസ്ബുക്ക് ലൈവിലും. പട്ടായ ബീച്ചിലെ തിരക്കിട്ട പരിപാടിയിലും ഫേസ്ബുക്ക് ലൈവ് അക്സെപ്റ്റ് ചെയ്ത കർമ്മനിരതനായ മെമ്പർ അപ്പാപ്പിയുടെ കാര്യപരിപാടികൾ പഞ്ചായത്ത് മുഴുവനുണ്ട്. പാലം പണി മുഴുവിപ്പിക്കണമെന്നും പറഞ്ഞ് പിറ്റേ ആഴ്ച തന്നെ തിരിച്ചു വന്ന മെമ്പർ അപ്പാപ്പിയുടെ മുട്ടിന്റെ കാലടിച്ച് കവർത്താൻ ആന്റി വീട്ടിലോട്ട് സ്വീകരിച്ചത്. ഇപ്പൊ ഈ 2 പാലവും കൂടെ ഒന്നിച്ച് തീർക്കണമെന്നാണ് പഞ്ചായത്തിന്റെ പുതിയ നിലപാട്. ഇത് അഴിമതിയുടെ രാഷ്ട്രീയം. തീർന്നിട്ടില്ല. ഒരു കാര്യം പറയാം, നമ്മളിപ്പോൾ വിശക്കുമ്പോഴേ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറുവാണ്, നമ്മൾ മെനു എടുത്ത് 250 ഐറ്റം ഉണ്ടെങ്കിലും കംപ്ലീറ്റ് വായിച്ച് നോക്കി നമ്മൾ ലാസ്റ്റ് ചേട്ടോ ഒരു ബിരിയാണി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 250 പ്രശ്നം ഉണ്ടെങ്കിലും ഇലക്ഷൻ വരുമ്പം ചില രാഷ്ട്രീയക്കാർക്കും സിനിമക്കാർക്കും മതം പറയണം. എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. പക്ഷേ ഒരു പ്രശ്നമാണ്, ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് ആരെയും വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ സ്വഭാവം ആരും ഞാൻ വിഷമിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ തരും, രമേഷ് പിഷാരടി സ്റ്റാർട്ടഡ് ഫോളോവിങ് യു. പക്ഷേ നമ്മൾ ഒരാൾ അൺഫോളോ ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പറയത്തില്ല. കാരണം നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാൽ നിങ്ങളുടെ സ്വന്തം കൊങ്ങി, സോറി നിങ്ങളുടെ സ്വന്തം കമ്മി, നിങ്ങളുടെ സ്വന്തം സംഗി, നിങ്ങളുടെ സ്വന്തം നെൽസൺ തോമസ് കോട്ടയം 690.